BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സമവായത്തിനുള്ള വഴി തേടാതെ കേരളവും തമിഴ്നാടും പരസ്പരം പോരടിക്കുന്നത് ജനങ്ങളുടെ താല്പര്യത്തിനും ഹിതത്തിനും ഉചിതമല്ല എന്നാണ് വിദഗ്ധരുടെയും പ്രമുഖ സാമൂഹിക നേതാക്കളുടെയും അഭിപ്രായം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മധ്യസ്ഥതയിൽ അനുരഞ്ജന ചർച്ച നടത്തി സമവായം സൃഷ്ടിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളവും കൊടുക്കുക എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. മുൻ ലോക്സഭാ MP റിച്ചാർഡ് ഹേ ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അണക്കെട്ടിന് അപകടം സംഭവിച്ചാൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ സാരമായി ബാധിക്കും. 1 മണിക്കൂറോളം 40 അടിയിൽ കൂടുതൽ വെള്ളം നിന്നാൽ പിന്നെ ഈ ജില്ലകളിൽ ജനങ്ങൾ ബാക്കിയുണ്ടാവില്ല എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വെള്ളപ്പാച്ചിലിൽ കേരളം രണ്ടായി പിളർന്നു പോകാനുള്ള സാധ്യത പോലും MK പരമേശ്വരൻ നായർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിയുന്നതും വേഗം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് ഏക പരിഹാരം. ഇപ്പോഴത്തെ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ടായാലും പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇത് തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയേ കഴിയൂ. തമിഴ്നാട്ടിന് ഇപ്പോൾ നൽകുന്ന വെള്ളം അതേ തോതിലും അളവിലും തന്നെ നൽകുകയും പുതിയ അണക്കെട്ട് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും പുതിയ അണക്കെട്ടിൽ ഭൂകമ്പ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള നിർമ്മാണ രീതി ഉപയോഗിക്കണമെന്നാണ് ഉയർന്നിട്ടുള്ള നിർദ്ദേശം. 130 വർഷം പഴക്കമുള്ള ഇപ്പോഴത്തെ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതിനെ എന്തുകൊണ്ട് തമിഴ്നാട് എതിർക്കുന്നു എന്നതിന് യുക്തിസഹമായ മറുപടി കേന്ദ്രത്തിനോ തമിഴ്നാടിനോ കേന്ദ്ര ജല അതോറിറ്റിക്കോ പറയാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാടിന് ആവശ്യം വെള്ളമാണ്. അത് ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. പുതിയ അണക്കെട്ട് വന്നാൽ അടുത്ത 100 വർഷത്തേക്ക് പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ സ്ഥിരം മേൽനോട്ട സംവിധാനം തുടരുകയും ചെയ്താൽ ഇരു സംസ്ഥാനങ്ങളുടെയും താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യവും ജനകീയവും ആകണം. അപകടം സംഭവിച്ചാൽ ദുരന്ത നിവാരണ പദ്ധതിയും അതിനുള്ള സംവിധാനവും ഉറപ്പാക്കണം. അത്യാഹിതം ഉണ്ടായാൽ ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനുള്ള ബദൽ രക്ഷാ സംവിധാനം ആസൂത്രണം ചെയ്യുകയും വേണം. പുതിയ അണക്കെട്ടിനെ പ്രതിരോധിക്കുന്ന തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ചെറുക്കാൻ കേരളത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. നേരത്തെ DMK, AIDMK സർക്കാരുകളുടെ കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കോഴ നൽകാൻ തമിഴ്നാട് പ്രത്യേക ഫണ്ട് തന്നെ മാറ്റിവെച്ചിരുന്നു. ഇക്കാര്യം നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ MLAയും പിന്നീട് മന്ത്രിയുമായ K. കൃഷ്ണൻകുട്ടി പലതവണ ഉന്നയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഘടകകക്ഷിയായ തമിഴ്നാട്ടിലെ വിജയ് ഭരണം മുന്നണിയിൽ ഫലപ്രദമായി ഇടപെടാൻ കേരളത്തിലെ UDF സർക്കാരിന് അവസരം നൽകുന്നതാണ്. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം എന്നതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. നന്ദി, നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.